എടാ പക്ഷെ സത്യം പറഞ്ഞ എടാ എലോൺ മസ്ക് പറയണ പോലെ കോളേജിൽ ചുമ്മാ വെള്ളം അടിക്കാൻ ചുമ്മാ തന്നിനും വേണ്ടിയാണ്. പൊട്ട ഡൗട്ട്സ് തന്നെയായിരിക്കും, പക്ഷെ എപ്പോഴും ഡൗട്ട് ചോദിക്കും. അപ്പൊ ഒരു 4ാം ക്ലാസ്സിലെ ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ എന്തിനാടാ ചോദിക്കുന്നത്, നീ മര്യാദയ്ക്ക് അവിടെ. അയാള് നമുക്ക് ആദ്യം പഠിപ്പിച്ചു തരുന്നത് ഹൗ ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്. അത് പക്ഷെ പഠിപ്പിച്ചു തരുന്ന ഒരു ക്ലാസ്സിലല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ക്ലാസ് എടുത്ത് തരികയല്ല ചെയ്യുന്നത്. പുള്ളിയുടെ ആക്ട് കണ്ട് നമ്മൾ സ്വയം പഠിക്കുന്ന ഒരു ടീമാണ്. ഇതിന് ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയും, നിങ്ങൾ മാത്സിന് ഭയങ്കര വീക്കാ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവരുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങും സബ്ജക്ട്. എന്റെ മൈൻഡിൽ എഡ്യൂക്കേഷൻ ഒരു സ്കാമാണ്. ബിക്കോസ് എനിക്ക് 21 വയസ്സായി. അപ്പൊ ഞാൻ ഒരു വലിയ എമൗണ്ട് ഓഫ് മൈ ലൈഫ് എഡ്യൂക്കേഷനിലാണ് സ്പെൻഡ് ചെയ്തത്, കോളേജ്, സ്കൂൾ. ഇപ്പൊ എനിക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ഒരു സ്കില്ല് പോലും കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് മാത്രം കിട്ടിയിട്ടില്ല. ഞാൻ 11th മാത്സ് തോറ്റവനാണ്, എഞ്ചിനീയറിംഗ് ആണ് എടുത്തത്. പക്ഷെ എന്റെ ഒരു പേടി എന്ന് വെച്ചാൽ ഈ ChatGPT കാരണം മനുഷ്യന് ബുദ്ധി ഉപയോഗിക്കാൻ മറന്നു പോകുന്നതാണ്. എഡ്യൂക്കേഷൻ ഇസ് സപ്പോസ് ടു ഹെൽപ് യു നോ യുവർസെൽഫ്. എന്ന് വെച്ചാൽ നിന്റെ അകത്തുള്ള നിന്നെ തന്നെ വളർത്താൻ ഒരു മെഡിസിൻ പോലെ ആയിരിക്കണം എഡ്യൂക്കേഷൻ. ഫാക്ടറി വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഒരു സിസ്റ്റമാണ് ബേസിക്കലി ഈ നമ്മുടെ ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്ക് നമ്മുടെ തന്നെ ഒരു വിശ്വാസമില്ലായ്മ ഉണ്ടാക്കും സ്കൂളിൽ. ജനറലൈസേഷൻ ഒരു പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഒരു ഇൻഡിവിജ്വലിന് ഒരിക്കലും ഒരു ഇൻഡിവിജ്വാലിറ്റി കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവർ ഇത്രയും ഒരു ബ്രോഡ് സെൻസിലുണ്ടാക്കിയ കരിക്കുലം അതേപോലെ ഫോളോ ചെയ്യണം. എപ്പോഴും ടീച്ചർമാർ ഓരോ സംഭവങ്ങൾ പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും, മാം ഇത് എക്സാം ചോദിക്കും, മാം ഇത് കറിക്കുലത്തിലുണ്ടോ, മാം ഇത് സിലബസിലുണ്ടോ. ലൈക്ക് അപ്പൊ പഠിക്കുന്നതിന് ആക്ച്വലി പഠിക്കാൻ വേണ്ടിയല്ല, ആ സിലബസിലുള്ളത് ഇങ്ങനെ റോട്ട് ചെയ്യണം, പോയി ഛർദ്ദിച്ച് വെക്കണം. ഇപ്പൊ നെസസറി സ്കിൽസ് അല്ലെങ്കിൽ റിച്ച് ആക്കാൻ പറ്റുന്ന സ്കിൽസ് പഠിപ്പിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി യൂസ്ഫുൾ ആവും. ബിക്കോസ് എപ്പോഴും പെയ്ഡ് സ്കിൽസ്, ആൾക്കാർ പേ ചെയ്യുന്ന സ്കിൽസ് റെയറിറ്റിയും മണിയും കണക്റ്റഡ് ആണ്. എത്ര റെയർ ആണ് ഒരു സംഭവം, അതിന് അത്രയും പൈസ കൊടുക്കും. ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, ഗൈസ് വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് മലയാളം പോഡ്കാസ്റ്റ് മലയാളം പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈം നമ്മളൊരു മൂഡിലൊക്കെ കയറി 1.5 മണിക്കൂർ നമ്മൾ വർക്കാവാത്ത ക്യാമറ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലതായിരുന്നു. ഇനി വെച്ച് ബാക്ക് ഇൻ ദ ഗെയിം ആവുന്നു. അപ്പോ ഇത് കുഞ്ഞി, ഇത് വിശ്വ, ഇത് പ്രണവ്. അപ്പൊ നമ്മള് എന്തിനെ കുറിച്ചൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ഏറ്റവും നമ്മുടെ ഇമോഷൻസ് സ്പാർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. നമ്മള് 3 പേരും ഇപ്പോ ഇവൻ 4th ഇയറാ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഞാനാണ് ബാച്ചിലറോ ലൈക് ഫിലോസഫിയിലെ ബാച്ചിലേഴ്സാ, ഇവൻ ബിസിനസ്. അപ്പൊ നമ്മള് 3 വെറൈറ്റി ഫീൽഡ്സ് നിന്നാണ് വരുന്നത്. നമ്മള് 3 വെറൈറ്റി ഒപ്പീനിയൻസ് ഒക്കെ കേൾക്കാം. അപ്പോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. എഡ്യൂക്കേഷനെ കുറിച്ച് പറയാനുള്ളപ്പം എനിക്ക് എന്റെ കോളേജ് ആദ്യം ഓർമ്മ വരുന്നത്. എന്റെ കോളേജില് സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്നല്ല പഠിച്ചത്. ഞാൻ കോട്ടയത്ത് ഞങ്ങള് 24 ബോയ്സ് ആയിട്ടൊരു വീടെടുത്താ പഠിച്ചത്. ഹെക്ടിക് ആയിരുന്നു, ഒന്നും ഞാൻ പറയുന്നില്ല. എടാ എനിക്ക് കോളേജില് നിന്ന് ഉള്ള മെമ്മറീസ് അല്ലേ എന്റെ വീടുമായിട്ട്. അവിടുത്തെ വീട് വീട് ഒരു മെക്സിക്കോ. അത് മാത്രമല്ല, ഞാൻ കൂടുതലും അവിടെ പോയി നിന്നപ്പോ പഠിച്ചത് പഠിത്തം റിലേറ്റഡ് കാര്യങ്ങളല്ല. എനിക്ക് എങ്ങനെ ഫുഡ് കുക്ക് ചെയ്യണമെന്ന് പഠിച്ചു, എന്തോ ഇമ്പോർട്ടന്റ് ആണെന്ന് പഠിച്ചു, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും 24 ബോയ്സിന്റെ കൂടെ നിൽക്കുമ്പോൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, ബാത്റൂം വീഴുന്നതിന്റെ ബുദ്ധിമുട്ട് പഠിക്കണം, ഓരോരുത്തന്മാരെ കൊണ്ട് ഇടിച്ച് പണി എടുപ്പിക്കണം. എഡ്യൂക്കേഷനിൽ നിന്ന് ഓർമ്മ തന്നെ. ഈ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്ലേവറി മറ്റേ തുടങ്ങിക്കോ, കോളേജ് സ്ലേവറി അല്ലെ? ഇതിനൊരു ബ്രീഫ് ബാക്ക്ഗ്രൗണ്ട് പറയാം. എടാ പക്ഷെ സത്യം പറഞ്ഞ എലോൺ മസ്ക് പറയണ പോലെ കോളേജിൽ ചുമ്മാ വെള്ളം അടിക്കാൻ ചുമ്മാ തന്നിനും വേണ്ടിയാണ്. ഞാൻ യോജിക്കുന്നു, ഞാൻ പരീക്ഷ നല്ലത് മാത്രമേ സത്യം. അത് മറ്റേ ക്ലാസ് ടോപ്പറാണ്, യൂണിവേഴ്സിറ്റി ടോപ്പറാണ്. പിന്നെ ഫിലോസഫി എടാ പരീക്ഷ പഠിക്കുന്നേ ഉള്ളൂ. സത്യം. എടാ എങ്ങനെ ഉണ്ടോടാ എഞ്ചിനീയറിംഗ്? ഞാൻ മറ്റേ ഇതാണ്ടോ, മറ്റേ എല്ലാ ദിവസവും
ഏയ് അഭിലാഷ്, ഏയ് സെറ്റിട്ടാ. ഞാൻ മറ്റേ എല്ലാ ദിവസവും 3 മണിക്കൂറൊക്കെ പഠിച്ച് ഒരു എടാ ബേസിക്കലി ബേസിക്കലി എക്സാമിന്റെ തലേ ദിവസം എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് മിക്സ്ഡ് ഒപ്പീനിയൻ. അല്ലടാ, എഞ്ചിനീയറിംഗ് ലൈക്ക് എനിക്ക് എഞ്ചിനീയർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കേട്ടി. നിങ്ങളെ പ്രാക്ടിക്കലി എന്തെങ്കിലും പഠിപ്പിക്കുന്നു? ലിറ്ററലി സ്കിൽസ് ലൈക്ക് നിന്നെ കൊണ്ട് വല്ല ഗുണം ഉണ്ടാകുന്ന ചോദിച്ചു. ലാബ് ഉണ്ടോ നമുക്ക്? എന്നെ കൊണ്ട് ഗുണമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടാ, പക്ഷെ അതില് ഒരു ഭാഗമല്ല, ഒരു നല്ലൊരു ഭാഗം എന്റെ കയ്യിലിരിപ്പും കൊണ്ടാണ്. എടാ ഇപ്പം നമുക്ക് എല്ലാ ഇതും ഉണ്ട്, സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു എഫേർട്ട് ഇട്ടാലേ നമുക്കൊരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളെ മറ്റേ വാർത്തെടുക്കാനൊന്നും പറ്റത്തില്ല കോളേജുകാർക്ക്. ഒരു ഡൗട്ട് വെച്ചോളൂ, നിന്നെ ഇൻഡിവിജ്വലി നിനക്കൊരു പാഷനേറ്റ് ആയിട്ടൊരു കാര്യത്തിലേക്ക് നീ ഫോക്കസ് ചെയ്യുമ്പോൾ നിന്നെ ട്രാക്ക് ഡൗൺ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? കോളേജുകാരോ കരിക്കുലർ സിസ്റ്റമോ? എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനിപ്പം കോളേജില് പോകുമ്പോൾ എന്റെ ചോടി എടുത്ത് ആരുടെ അറിയാം, ഞാൻ ക്ലാസ്സിൽ പോയതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ഒരു ലൈബ്രറി പോയി കാണും. അവിടെ നിന്ന് വായിക്കാനും അവിടെ ശല്യമൊന്നും ഇല്ല. വായിക്കാനും ഞാൻ രാവിലെ അവിടെ ഇരിക്കും വരും. അതും ആണ്ടിലൊരിക്കൽ ഞാൻ കോളേജിൽ പോകുന്നത്. അവിടെ സത്യം ഫുൾ സെൽഫ് ലേണിംഗിന്റെ ഒരു കളിയാണ്. കോളേജ് പഠിച്ചാലും ഇങ്ങനെ ജീവിതം പൊളിച്ചിട്ട് സിലബസിൽ പാസ് ഔട്ട് ആവണ തലേന്ന് നിന്ന് പിടിച്ച് മതി. തലേന്ന് ഒരു കോഫി 2-3 കോഫി കോഫി അത് മതി. അതായിട്ട് ഒരു 3-4 മണിക്കൂർ നിന്നാ മതി. എസ്പെഷ്യലി പാസ്റ്റ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യണേ, അതും 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കുറച്ച് ലോജിക്ക്. ശരിക്കും എന്നെ എക്സാമില് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഞാൻ വായിച്ച ബുക്കിന് അതിൽ നിന്ന് കിട്ടിയ ലാംഗ്വേജസ് ആണ്. എന്റെ ടീച്ചർമാർ എപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള നീ എഴുതി പിടിപ്പിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ആപ്പിൾ എന്തോന്ന് അറിഞ്ഞൂടാ, പക്ഷെ ആപ്പിളിന്റെ കളർ റെഡാന്നറിയാം. ഞാൻ എന്തെങ്കിലും ഒക്കെ തള്ളി വെക്കും, 1.5 പേജ് ആദ്യം തള്ളി വെക്കും. എടാ പിന്നെ ഞാൻ പിന്നെ ഫിലോസഫി ആയിട്ട് പറയണ്ടല്ലോ, അവിടെ പോയിട്ട് സൈയൊക്കെ ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതി 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 ടീച്ചറൊക്കെ വന്നു, എടോ ഇത് കൊള്ളാം, ഇത് ഞാൻ പോലും കേട്ടിട്ടില്ലല്ലോ, ഏത് ബുക്കൊക്കെയാണോ നീ വായിച്ചത്? ഞാൻ ചുമ്മാ എക്സാം ഉള്ളപ്പോ എന്റെ ബുക്ക് എഴുതുന്നതാണ് പരിപാടി. അയ്യോ, ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ഈവൻ ദോ റിലേറ്റഡ് അല്ലാതെങ്കിലും ബുക്കൊക്കെ കോട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്ലസ് പോയിന്റ്സ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന ബുക്കിൽ നിന്ന് ഈ ഒരു ഐഡിയോളജി ഈ ഒരു ഓതർ പറഞ്ഞിട്ടുള്ളത്, ഈവൻ ദോ കംപ്ലീറ്റ്ലി അങ്ങനെ റിലേറ്റഡ് അല്ലെങ്കിലും എനിക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. ഒരു മഞ്ഞ കളർ ഒരു ബുക്കായിരുന്നു. ഡിസൈനിനെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാ. ഡിസൈനും ഈ ബിസിനസിനെയും കൂടെ യോജിപ്പിക്കുന്ന ഒരു സാധനം. ആപ്പിന്റെ പറഞ്ഞപ്പോ നമ്മളന്ന് റെഫർ ചെയ്തില്ല, നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ സൈക്കോളജി ഇവനും അറിയാം. എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഇടയ്ക്ക് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണമെന്നൊരു ക്രേസി ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ശരിക്കും അവര് ആ ബുക്കായിരുന്നു ഒരുപാട് റെഫർ ചെയ്തത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കോട്ട് ചെയ്യുമ്പോഴും ബുക്കൊക്കെ വായിച്ച് എഴുതുമ്പോൾ അത് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞ എഡ്യൂക്കേഷൻ, എന്റെ മൈൻഡിൽ എഡ്യൂക്കേഷൻ ഒരു സ്കാമാണ്. ബിക്കോസ് ഞാൻ എനിക്ക് 21 വയസ്സായി. അപ്പൊ ഞാനൊരു വലിയ എമൗണ്ട് ഓഫ് മൈ ലൈഫ് എഡ്യൂക്കേഷനിലാണ് സ്പെൻഡ് ചെയ്തത്, കോളേജ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ എനിക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ഒരു സ്കില്ല് പോലും കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് മാത്രം കിട്ടിയിട്ടില്ല. എല്ലാം ഞാൻ മിക്ക സ്കിൽസ് ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചെടുത്തത്. അവിടെ കോളേജിൽ നിന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പൊ എനിക്ക് കുറെ ബാഡ് സ്കിൽസ് കോളേജ്, ഇപ്പൊ ഞാൻ ഇൻട്രോവേർട്ടഡാ. ഞാൻ ഒരു പേഴ്സണൽ സ്റ്റോറി പറഞ്ഞ ഒരു 10ാം ക്ലാസ് വരെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആണ്, ഞാൻ ജന്മന ഒരു ഇൻട്രോവേർട്ട് ആണ്, അപ്പൊ എനിക്ക് ഇങ്ങനെ ഗേൾസിനോട് സംസാരിക്കാൻ പറ്റൂല. ഒരു ടീച്ചറിന്റെ ഫ്രണ്ട് ക്ലാസ് എടാ അപ്പൊ അങ്ങനെയാണ് വിചാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ അയച്ചത് ഇവിടെ നിന്നാണ് വന്നത് ഇങ്ങനത്തെ ഒരു തോട്ട്. പിന്നെ ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ ഞാൻ പണ്ട് കുഞ്ഞിലെ ഭയങ്കര ഡൗട്ട് ചോദിക്കുമായിരുന്നു, എപ്പോഴും പൊട്ട ഡൗട്ട്സ് തന്നെ ആയിരിക്കും, പക്ഷെ എപ്പോഴും ഡൗട്ട് ചോദിക്കുമായിരുന്നു. അപ്പൊ ഒരു 4ാം ക്ലാസ്സിലെ ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ എന്തിനാടാ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത്, നീ മര്യാദയ്ക്ക് അവിടെ ഇരിക്കും. ടീച്ചറിന്റെ പേര് തടിച്ചിയായി. എടാ ഒരു തടിച്ചിയായിരുന്നു. എന്തോ എടാ അത് സത്യമാണ്. അതെ ഒരു 1 വീക്ക് ആയിട്ട് കൂടെ കേറും ഇറങ്ങും. നീ കട്ടിങ് അല്ലേ?
എടാ അപ്പൊ സത്യം പറഞ്ഞ അതാണ് എന്നെ ആ ഒരു ഇൻസിഡന്റ് കാരണം ഞാൻ പിന്നെ എനിക്ക് സ്റ്റേജ് ഫിയർ മറ്റേ സംസാരിക്കാൻ പറ്റുക ഇത് എന്റെ എല്ലാ പാർട്ട് ഓഫ് ലൈഫിലും അഫക്ട് ചെയ്തു. പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് മനസ്സിലാക്കി ഓക്കെ ഞാൻ തന്നെയാണ് എന്നെ ഇൻട്രോവേർട്ട് ആക്കിയത്. ലൈക്ക് ഞാൻ തന്നെ ബിലീവ് ചെയ്യുന്നു. പിന്നെ ഞാൻ അത് പതുക്കെ മാറ്റി തുടങ്ങി. ഓക്കെ എനിക്ക് ഇങ്ങനെ ചെയ്താലേ പറ്റൂ. ഇന്നത്തെ കാലത്ത് ഒരു ഇൻട്രോവേർട്ടിന് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ്. ഇവിടുത്തെ ഒരു സെയിൽസ് ആയിരുന്നാലും മാർക്കറ്റിംഗ് ആയിരുന്നാലും ഇപ്പൊ നീ ഒരു കമ്പ്യൂട്ടർ ജോലി തന്നെ എടുത്താൽ പോലും നിനക്ക് ഒരു ഹൈക്കോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഒരു ഹൈക്കോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്തായിരുന്നാലും എടാ ഇപ്പൊ എന്തായിരുന്നാലും നീ ഒരു ആളുടെ ഫ്രണ്ടിൽ പോയി ധൈര്യമായിട്ട് സംസാരിക്കാനും എടാ എല്ലാം ഇപ്പൊ ഗേൾസിന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു ടൈപ്പ് സെയിൽസ് തന്നെയാണ്. നമ്മുടെ പ്രൈമറി ഇന്റന്റ് എന്താ ഗോൾ അപ്രോച്ച് ചെയ്യാൻ സെയിൽസ് പഠിക്കാനുള്ള രീതിയിൽ ഞങ്ങൾ ആദ്യം കമ്മല് വിറ്റു തുടങ്ങി. ടീച്ചേഴ്സ് പ്ലേ വെരി ഇമ്പോർട്ടന്റ്. എടാ നീ നിനക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ടീച്ചർ? എനിക്ക് ടീച്ചേഴ്സിനെ ഭയങ്കര ബഹുമാനപ്പെടും. ലൈക്ക് ബഹുമാനം വന്നൊരു കേസ് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല എന്റെ ട്യൂഷൻ സാറിന്റെ കാര്യം, കൊച്ചലിജൻ സാർ എന്ന് പറയും. പുള്ളിക്കാരൻ എന്നെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് വന്നതാ. പുള്ളിക്കാരൻ ഒരു കിടില മനുഷ്യനാണ്. അയാള് നമുക്ക് ആദ്യം പഠിപ്പിച്ചു തരുന്നത് ഹൗ ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്. അത് പക്ഷെ പഠിപ്പിച്ചു തരാൻ ഒരു ക്ലാസ്സിലല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ക്ലാസ് എടുത്ത് തരികയല്ല ചെയ്യുന്നത്. പുള്ളിയുടെ ആക്ട് കണ്ട് നമ്മൾ സ്വയം പഠിക്കുന്ന ഒരു ടീമാണ്. പറയുമ്പോഴത്തേക്ക് നമ്മളെ പോർഷൻസിലുള്ള കാര്യമല്ല പഠിപ്പിക്കുന്നത്. പുള്ളിയുടെ ലൈഫ് ലെസൺസ് കാര്യങ്ങൾ പറയും. ഒരു സാറിന് 70 വയസ്സുണ്ട്, ഇപ്പം മരിച്ചുപോയി കഴിഞ്ഞ വർഷം. അപ്പം സാറിന്റെ ലൈഫ് ലെസൺസും സാറിന്റെ എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ മനസ്സിലാവും ലൈഫിനെ പറ്റി കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ മൈൻഡ് കുറച്ച് എക്സ്പാൻഡ് ആവും. നമുക്ക് കുറച്ചുകൂടെ വൈഡർ തോട്ട്സ് പറ്റും. ടീച്ചർ സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രൈം എക്സാമ്പിൾ പറയാം. എന്റെ 8ലും 9ലും ഒക്കെ പഠിച്ച മാത്സ് ടീച്ചർ ഉണ്ട്. പേര് പറയണ്ട, കാരണം അവര് ലിറ്ററലി ചെയ്തെന്തോ അറിയോ. ഞാന് മാത്യു പിന്നെ നിഖില് അങ്ങനത്തെ 2-3 പേര് ഞാനും മാത്യു ഒക്കെ കമ്പനി അവിടെ അത് തന്നെ. പക്ഷെ കറക്റ്റ് പറഞ്ഞുതരാം. കറക്റ്റ് പറഞ്ഞ ഇവര് ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയും നിങ്ങൾ മാത്സിൽ ഭയങ്കര വീക്കാ, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതാണ് അവരുടെ സ്കൂളിൽ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇത് ജയിക്കത്തില്ല, നിനക്ക് എങ്ങനെയും പാസ്, നിനക്ക് അതിന്റെ ബുദ്ധി ഇല്ല. ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് സത്യം എടാ ഞങ്ങളുടെ തലയിൽ അത് ഇൻഗ്രേഡ് ആയിട്ട് അടിച്ചേൽപ്പിച്ച് ഞാൻ അവരോടുള്ള വെറുപ്പ് കാരണം എനിക്ക് മാത്സിനോടുള്ള പേടി കാരണം ഞാൻ മെന്റിക്സ് എടുത്തത്. എനിക്ക് അത് എപ്പോഴാ തിരിച്ചറിഞ്ഞറിയോ? ഞാൻ BBA എടുത്തത് ബിസിനസിനകത്ത് മാത്സ് ഇല്ല എന്നുള്ള പേരില്ല. ഒരു പേപ്പർ ഉണ്ട്, പക്ഷെ ഞാൻ എനിക്ക് എന്തോ എന്നെ മാലാകെ പോലെ എന്നെ സാന്ദ്ര മിസ് വന്ന് എനിക്ക് ട്രോമയായിരുന്നു മാത്സ്. പക്ഷെ സാന്ദ്ര മിസ്സിന്റെ അടുത്ത് പറഞ്ഞ പുള്ളിക്കാരിക്ക് സംഭവം മനസ്സിലായി. എനിക്ക് ആ യൂണിവേഴ്സിറ്റി എക്സാമിൽ 198 അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത് 100% സാന്ദ്ര മിസ്സിന്റെ കഴിവെന്നല്ല. സാന്ദ്ര മിസ് ആദ്യം എന്നെ പറഞ്ഞു കൊടുത്തത് എളുപ്പമാണ്. ഇത് എളുപ്പമാണ്, നിന്റെ ഒക്കെ തലയ്ക്ക് ഇത് സിമ്പിൾ ആണ് പറഞ്ഞു. സത്യമാണ് ടീച്ചേഴ്സ് അവര് നമ്മളെ ഇങ്ങനെ അവരുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങും. അതേപോലെ എന്റെ കൂട്ടുകാരൻ അനുജിത്ത്, അവന് 100-ൽ 100 മേടിച്ച്. അവന് എന്നെ കിടന്ന് മാത്സിൽ പേടിയുള്ള സാന്ദ്ര മിസ് കാരണം 100 ഞാൻ 11th മാത്സ് തോറ്റവനാടാ. എന്നിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് ആണ് എടുത്തത്. യൂട്യൂബ് ദൈവം RVS മാത്സ് അക്കാഡമി പുള്ളിക്കാരത്തി കിട്ടില്ലാടാ. ആ ടീച്ചർ ഇല്ലേ RVS മാത്സ് അക്കാഡമി ഇല്ലേ, നല്ലപോലെ പഠിപ്പിക്കും. എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ഒരു 40 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇരുന്ന് കാണും. പറയുമ്പോഴത്തേക്കും അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം വരും. എക്സാമിന്റെ തലേദിവസം ഇതില്ലാണ്ട് പറ്റത്തില്ല. നമ്മൾ പ്ലേലിസ്റ്റിൽ കുറച്ച് സ്പീഡൊക്കെ കൂട്ടി ഇരുന്നാലും കാണും. പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും പ്രൈം ടെക്നിക് ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ ടോപ്പർ ടെക്നിക്സ് ടോപ്പറൊന്നും അല്ല. ChatGPT പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കൺസെപ്റ്റ് മനസ്സിലാവും. അല്ലല്ല നിന്റെ പർട്ടിക്കുലർ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു എന്തുവാ? എടാ അത് നമ്മളെ മറ്റേ സിലബസ് എടുക്കും. സിലബസ് എടുക്കുമ്പോൾ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ടെന്ന് മനസ്സിലാവും. ആ ടോപ്പിക്സ് ഡയറക്റ്റ് യൂട്യൂബിൽ അടിക്കും. കൊട്ടുന്നില്ല, ഇത് മൈക്കല്ലേ തുടങ്ങില്ല. അപ്പം ആ ടോപ്പിക്സ് യൂട്യൂബിൽ അടിക്കും. ആദ്യം യൂട്യൂബിൽ ഷോർട്സ് ഉണ്ടോ എന്ന് നോക്കും. ഈ ഹിന്ദിക്കാരന്മാരൊക്കെ ഷോർട്സ് ഇടും. ഈ വീഡിയോ ഒക്കെ ബേസ് മറ്റേ ആനിമേറ്റഡ് സാധനമൊക്കെ വെച്ച് ഷോർട്സ് ഇടും. അത് കാണും. അതില്ലെങ്കിൽ ChatGPT പോവും, ഒരു 300 വേർഡ്സിൽ സമ്മറൈസ് ചെയ്ത് തരാൻ പറയും. അപ്പോൾ ChatGPT നമുക്ക് കറക്റ്റ് സമ്മറൈസ് ചെയ്ത് തരും. ആ ഒരു സാധനം വെച്ച് നമുക്ക് സബ്ജക്റ്റിന്റെ ഒരു ബേസിക് നോളജ് വരും.
ബാക്കി തള്ളുക. പക്ഷെ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്ട്സിൽ ഈ തള്ളലൊന്നും നടക്കത്തില്ല. നീ ലൈക്ക് 5 year old എക്സ്പ്ലെയിൻ ദിസ് ടു മീ ലൈക്ക് 5 year old. ഒരു ബേബി, ഒരു 5 year old എങ്ങനെ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കൊടുക്കുന്ന ഒരു കീവേഡ് കൊടുക്കും. അപ്പത്തേക്ക് നമുക്ക് അത്ര സിമ്പിൾ ആയിട്ട് പോയിന്റ് വൈസ് പറഞ്ഞു തരും. അത് കിടിലോ ഐഡിയ. പക്ഷെ എന്റെ ഒരു പേടി എന്ന് വെച്ചാൽ ഈ ChatGPT കാരണം മനുഷ്യന് ബുദ്ധി ഉപയോഗിക്കാൻ മറന്നു പോകുന്നതാണ് സംശയം. ഫോർ എക്സാമ്പിൾ കോൾഡ് ഇമെയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അപ്രോച്ച് ചെയ്താൽ കിട്ടും. ഈ മൈക്ക് 12,000 രൂപയല്ലേ ഉള്ള. ഞാൻ അമ്മ HR ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും രാവിലെ എത്തിയിട്ട് അമ്പലത്തിൽ പോകുന്നതിനൊക്കെ കിടക്ക് കോഫി എടുത്തിട്ടില്ല. പ്ലീസ് ഗിവ് ദ റിപ്ലൈ, പ്ലീസ് ഗിവ് ദിസ് റിവ്യൂ, പ്ലീസ് ഒരു 60-45 ദിവസം കോൺസിക്യൂട്ടീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് സത്യം പറയാം. ബാക്ക് ടു നമ്മുടെ ടോപ്പിക് എടുത്ത ഹിസ്റ്ററിനെ കുറിച്ച് എന്തായാലും നമുക്ക് കുറച്ച് പറഞ്ഞേ പറ്റൂ. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പേർപ്പസ് എന്തുവാ? നിന്റെ അക്കോർഡിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പേർപ്പസ് എന്തുവാ? ഒരു മനുഷ്യൻ എന്തിനാണ് എഡ്യൂക്കേറ്റഡ് ആവുന്നത്? To get trained for the society. To get trained for നിന്റെ ഓരോ ഇൻഡിവിജ്വലിനും പെർസ്യൂഡ് ഇൻട്രസ്റ്റും ടാലൻസ് അല്ല ഇൻട്രസ്റ്റ് ആണ്. മേബി ആ ഇൻട്രസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഇൻട്രസ്റ്റ് ചിലവർക്ക്. എനിക്കിപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇപ്പൊ കളർ തിയറി, പെർഫ്യൂമിന്റെ സ്മെൽസ്. എനിക്ക് അതിനകത്തൊക്കെ ഒരു OCD പോലും ഉണ്ട്, ഒരു ഒബ്സഷൻ ഉണ്ട്. അപ്പം അതൊക്കെ കൂടുതൽ അറിയാനും അതിന്റെ ആ ക്യൂരിയോസിറ്റി കവറപ്പ് ചെയ്യാനും അതിനൊക്കെയാണ് ഞാൻ ബേസിക്കലി എഡ്യൂക്കേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഒരിക്കലും ബോറിംഗ് ആവാത്ത തോന്നുന്ന സാധനത്തില് ഒരു പാഷനും ഒരു ബിസിനസ്സും അല്ലെ ഒരു മെറ്റീരിയലിസ്റ്റിക് ഗോൾഡിലും ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. But I believe education is supposed to help you know yourself. എന്നുവെച്ചാൽ നിന്റെ അകത്തുള്ള നിന്നെ തന്നെ വളർത്താൻ ഒരു മെഡിസിൻ പോലെ ആയിരിക്കണം എഡ്യൂക്കേഷൻ സിസ്റ്റം. അല്ല പക്ഷെ ഇവിടത്തെ വെച്ചാൽ ഫാക്ടറി ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം തുടങ്ങിയ തന്നെ എങ്ങനെയാണ്? ഒരു എന്തോ പേര് റോക്കഫെല്ലറിന്റെ ഫാക്ടറി വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഒരു സിസ്റ്റമാണ് ബേസിക്കലി ഈ നമ്മുടെ ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ ലേറ്റ് 1800s ഒരു സ്കീമായിരുന്നു. അപ്പൊ ഇതുവരെ ഇപ്പോഴും ക്ലാസ് റൂമിൽ ടീച്ചർ ഫ്രണ്ടിൽ കുറെ സ്റ്റുഡൻസ് ഒരു ലേറ്റ് 1800s ഇവിടെ ഇപ്പോഴും അതാണ്ടാ ഫോളോ ആണ്. ഇവിടെ ഒരു മാറ്റവും ഇല്ല. എടാ എന്നിട്ടും ലൈക്ക് ഇത്രയും കാലമായി ഫോൺ, പണ്ടത്തെ ഫോൺ എടുത്ത ഒരു 150 വർഷം എന്ത് മാറ്റം. ഇപ്പൊ ഫോണിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല. എന്തോന്ന് ഗേൾഫ്രണ്ട് കാണാ ഫോൺ, വൈഫ് കാണാ ഫോൺ, മറ്റേ സാധനം വേണേ ഫോൺ, അത് വേണേ ഫോൺ, എല്ലാം ഫോൺ. പക്ഷെ ഇതൊരു ക്ലാസ് റൂമിന് ഒരു വ്യത്യാസം കുറച്ച് PPT ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ സ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും ബേസിക്കലി ജനറലൈസേഷൻ ഒരു പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലേ. ഒരു ഇൻഡിവിജ്വലിന് ഒരിക്കലും ഒരു ഇൻഡിവിജ്വാലിറ്റി കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവർ ഇത്രയും ഒരു ബ്രോഡ് സെൻസിൽ ഉണ്ടാക്കിയ കരിക്കുലം അതേപോലെ ഫോളോ ചെയ്യണം. കറിക്കുലത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവം അങ്ങനെ വെച്ചാൽ എപ്പോഴും ടീച്ചർമാർ ഓരോ സംഭവങ്ങൾ പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് ഇങ്ങനെ ചോദിക്കും, മാം ഇത് എക്സാമിന് ചോദിക്കൂ, മാം ഇത് കറിക്കുലത്തിലുണ്ടോ, മാം ഇത് സിലബസിലുണ്ടോ. ലൈക്ക് അപ്പൊ പഠിക്കുന്ന ആക്ച്വലി പഠിക്കാൻ വേണ്ടിയല്ല, ആ സിലബസിലുള്ളത് ഇങ്ങനെ റോട്ട് ചെയ്യണം, പോയി ഛർദ്ദിച്ച് വെക്കണം. അതല്ലാതെ ഇപ്പൊ നമ്മളതിനെ ചോദിച്ചുള്ള ടെക്സ്റ്റ് നോക്കി അറിയാൻ പറ്റും. ടീച്ചർ ഇങ്ങനെ പറയും ഇന്ന പേജിൽ ഇന്ന ടോപ്പിക്സ് ടിക്ക് ചെയ്യും, അത് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്കൊരു ഡിഫറെന്റ് ഒപ്പീനിയൻ ഉള്ളതെന്ന് വെച്ചാൽ എന്റെ കോളേജിലുള്ള ബെസേലിയസ് കോളേജ് കോട്ടയം, അതിനകത്ത് BB ഡിപ്പാർട്ട്മെന്റ്, അതിനകത്ത് നല്ല നല്ല ക്വാളിറ്റി ടീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ HOD പുള്ളിക്കാരിയുടെ മിഷേൽസ് എന്ന പേര്. പുള്ളിക്കാരിയുടെ പഠിപ്പീര് മാത്രം എടുക്കുക. പുള്ളിക്കാരി ലിറ്ററലി ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്ന കറന്റ് വേൾഡിൽ എന്തൊക്കെ ഹാപ്പൻ ചെയ്യുന്നു, നിങ്ങൾ AI-യിനകത്ത് ഇതൊക്കെ വന്ന് നടക്കുന്നുണ്ട് ലോകത്ത്, അങ്ങനത്തെ ഒരു 10 മിനിറ്റ് ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങുന്നത് തന്നെ. എനിക്ക് തോന്നി ഞാൻ ക്ലാസ് കേട്ടില്ല, അത് കേട്ടില്ല. അത് പക്ഷേ ഒരു ഭയങ്കര എഫക്റ്റീവ് സാധനമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ആലോചിച്ചു. പക്ഷെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ അത് പഠിപ്പിക്കുന്ന ഇപ്പൊ എല്ലാവരെയും ഇപ്പൊ നെസസറി സ്കിൽസ് അല്ലെങ്കിൽ റിച്ച് ആക്കാൻ പറ്റുന്ന സ്കിൽസ് പഠിപ്പിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി യൂസ്ലെസ് ആവും. ബിക്കോസ് എപ്പോഴും പെയ്ഡ് സ്കിൽസ്, ആൾക്കാർ പേ ചെയ്യുന്ന സ്കിൽസ് റേറിറ്റിയും
മണിയും കണക്റ്റഡ് ആണ്. എന്താണ് എത്ര റെയർ ആണ് ഒരു സംഭവം, അതിന് അത്രയും പൈസ കൊടുക്കും. അപ്പൊ സ്കൂൾ സിസ്റ്റത്തിൽ ഇപ്പൊ നമുക്ക് ഒരു സെയിൽസ് എന്ന സംഭവം അല്ലേ, ഒരു സ്കില്ല് പറഞ്ഞ നീ ഇപ്പൊ MS ഇപ്പൊ പവർ ബി ഐ ഇങ്ങനെ എല്ലാവർക്കും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ ടെക് കാര്യം അതിപ്പോ സ്കൂളിൽ തന്നെ എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിപ്പിച്ച്, എന്നിട്ട് പിന്നെ ജോബ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി യൂസ്ലെസ് ആവും. അപ്പൊ അതൊരു ഡബിൾ എഡ്ജ്, നമുക്ക് ആക്ച്വലി അതൊരു ക്രിക്കറ്റ് പരിപാടിയാണ്, നമുക്ക് അങ്ങനെ പറയാം. എല്ലാരും എന്തായാലും ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഹൈ പേയിങ് ആവാൻ പറ്റൂല. അങ്ങനെയാണ് ഗെയിം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ക്യാപിറ്റലിസം സത്യം. കോമ്പറ്റീറ്റേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് സ്കൂൾ എന്നാണ്. എടാ അങ്ങനെ പറയാം, ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഓരോ ഇൻഡിവിജ്വലിനും ടാലന്റ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. ഐ ഡോണ്ട് ബിലീവ് ഞാൻ ഇന്നത്തെ ടാലന്റഡ് ആണ്, അവൻ ഇന്നത്തെ ബോൺ. എന്റെ ലൈഫില് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരു പേഴ്സ്യൂഡ് ഇൻട്രസ്റ്റ് മാത്രമല്ല. ഞാൻ ഒരിക്കലും ഫോർ എക്സാമ്പിൾ കളർ ഗ്രേഡിങ്ങിലോ വീഡിയോ എഡിറ്റിംഗിലോ ഒന്നും ടാലന്റഡ് അല്ലായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ട്, ഞാൻ അത് ടൈമും എഫേർട്ടും മണിയും വിട്ടു. അതേപോലെ തന്നെ പെർഫ്യൂം സെൻസിങ്, സ്മെൽ ഇതുണ്ടല്ലോ, ഓൾഫാക്ടറി സെൻസസ് വരെ ട്രെയിൻ ചെയ്യാനാ പഠിക്കുമ്പോഴാണ് നമ്മൾ ടാലന്റഡ് അവിടെ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇൻബോൺ ടാലന്റ് ഒന്നില്ല, പക്ഷേ there are some things in a broader aspect നമുക്ക് ഗുഡ് ആയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ചിലർക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഒരുപാട് നേരം കോൺസെൻട്രേഷൻ സ്പാൻ കാണും, ചിലവർക്ക് കുറച്ച് ടൈമിൽ കോൺസെൻട്രേഷൻ സ്പാൻ കാണും, പക്ഷെ അത് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കോൺസെൻട്രേഷൻ സ്പാൻ അതൊരു വലിയ ഫാക്ടറാണ്. അല്ല, ഞാൻ കോൺസെൻട്രേഷൻ സ്പാൻ ഒരു എക്സാമ്പിൾ ഉദ്ദേശിച്ച. അതേപോലെ ചിലവർ ഭയങ്കര കോമ്പീറ്റന്റ് ആയിരിക്കും, ചിലവര് എന്നെ സംബന്ധിച്ച് എന്റെ കോമ്പീറ്റൻസി ഒക്കെ ഞാൻ ബിൽഡ് ചെയ്തെടുത്തേ. ചിലവര് എനിക്കറിയാം ബിൽഡ് ചെയ്യാതെ തന്നെ ഭയങ്കരമായിട്ട് ഇത് കിട്ടിയാലേ ഞാൻ അടങ്ങും, ഇത് കിട്ടാതെ അടങ്ങത്തില്ല, എന്റെ മൂക്കിൽ നിന്ന് ചോര തന്നെ ഞാൻ നിർത്തത്തില്ല, അങ്ങനത്തെ ചിലവര് ഉണ്ട്. സോ ഇവൻ പറഞ്ഞ ലൈക്ക് അത് ടൈ ഡൗൺ എനിക്ക് പെട്ടെന്ന് പറഞ്ഞ ഈ കോമ്പറ്റൻസും മൂക്കിന്റെ രക്തമൊക്കെ പറഞ്ഞത് എനിക്ക് ബോക്സിംഗ് ആണ് സത്യം പറഞ്ഞ ഓർമ്മ. എന്നെ ജീവിതത്തിൽ ലൈഫ് ചേഞ്ചിങ് എന്ന് തന്നെ പറയാം. നമ്മളെപ്പോഴും സ്പോർട്സിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്താ നമ്മൾ വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് പീരീഡ്സ് ഓഫ് അവർ സ്കൂൾ ഇയർ സത്യം പറഞ്ഞ PT ആയിരിക്കും. ഓണം, വെള്ളിയാഴ്ച വൈകിട്ട് എടാ ഫുട്ബോള് കളിക്കണം, മണ്ടത്തരം കാണിക്കണം, പയ്യന്മാരുടെ കൂടെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കണം, ബോൾ അടിച്ച്, അതൊക്കെയാണ്. എടാ അത് പക്ഷെ അതില് നമ്മള് ഗോൾ അടിക്കുന്നില്ല, ഈ പയ്യന്മാരുടെ നമ്മുടെ ഒരു ടീമായിട്ട് ഒരുമിച്ച് ഒരു സംഭവം ജയിക്കുമ്പോൾ ടീം അറേഞ്ച് ചെയ്ത് വരുമ്പോഴേ 45 മിനിറ്റില് പകുതി കൂടുതൽ. അത് വേറെ സംഭവം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ടീം ബിൽഡിംഗ് അല്ലെ കൊളാബറേഷനെ കുറിച്ച് ചക്കി പഠിപ്പിക്കണം. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തപ്പോ നമ്മളിപ്പോ ഒരു ഓണ്ടർപ്രീനിയർ മൂഡ് പിടിച്ചേക്കില്ലേ, അപ്പൊ നമ്മള് ഒരുപാട് അൺഎംപ്ലോയിഡ് അല്ല, മാസം 10 വരെ ആരെ പറ്റിച്ചിട്ടുണ്ടോ. എടാ നമ്മളങ്ങനെ ഒരു ഓണ്ടർപ്രീനിയർ മൈൻഡ് സെറ്റിൽ ഇപ്പൊ ഒരാളുടെ അടുത്ത് സംസാരിക്കാനാണേലും, ഒരാളുടെ അടുത്ത് ഇപ്പൊ ഒരു ബിസിനസ് ടോക്കിലാണേലും, അതിപ്പോ നമ്മൾ അടുത്തൊരാളായിക്കോട്ടെ, അവരുടെ അടുത്ത് നമ്മളോട് സജസ്റ്റ് ചെയ്യുമ്പോഴും ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴും ദ ഫസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ, ഈവൻ ദോ എന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടിൽ ഫസ്റ്റ് ഇമോഷൻ ഞാൻ കാണുന്നത് ഈഗോയാണ്. ഫസ്റ്റ് ഇമോഷൻ ഞാൻ അവരിൽ കാണുന്നത് ഈ ജീഗോ ആണ്. അവൻ എന്നെ കാട്ടിയും ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവൻ എന്നെ കാട്ടിയും ബെറ്റർ സർക്കിൾ ഉണ്ട്, അവൻ ഞാനെന്ന് പ്ലാൻ ചെയ്ത സാധനം അവൻ ചെയ്തു തുടങ്ങി. അല്ലാതെ ഞാൻ അവന്റെ അടുത്ത് അപ്പോഴും ഹെൽപ്പ് ചോദിച്ചായിരിക്കും ചെല്ലുന്നത്. അതായത് ആ ഒരു അൺനെസസറി കോമ്പീറ്റൻസ് ഫോർ അൺനെസസറി തിങ്സ്. അങ്ങനെ ലൈക്ക് മൈൻഡ് സെറ്റ് സത്യം പറഞ്ഞാൽ ഫക്ഡപ്പ് ആക്കും. എടാ ഒരു ബ്രോക്കി മൈൻഡ് സെറ്റ് അങ്ങനെ വെച്ചാൽ കറക്റ്റ് ഒരു ഇതിന്റെ അടിയിൽ പണിയെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയാണ് നിന്നെയൊക്കെ ഉണ്ടാക്കിയേക്കണം, അതിന് വേണ്ടിയാണ് നിന്നെ ഈ ലോകത്ത്. എനിക്ക് പേടിയാവും അവിടെ സത്യം പറഞ്ഞാൽ, എനിക്ക് ലിങ്ക്ഡിൻ എത്തിയത് പേടിയാണ്. ലിങ്ക്ഡിൻ, റെസ്യൂമേ, എടാ അതൊക്കെ സത്യം പറഞ്ഞാൽ ചെറിയൊരു ഫുള്ള് എന്തൊക്കെയോ എനിക്ക് ഭയങ്കര സൂപ്പർഫീഷ്യൽ. ഒരാളുടെ ലിങ്ക്ഡിൻ ഒക്കെ എടുത്ത് ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ മറ്റാണ്, ഞാൻ മറിച്ചാണ്, എല്ലാ സംഭവം ഉണ്ട്. ഫുൾ ഒരുമാതിരി വേജി ആവാൻ വേണ്ടി മാത്രം, വേജി മീൻസ് അതിനു വേണ്ടി മാത്രം നിന്നെ ഒരുമാതിരി ഉണ്ടാക്കി വെച്ചേക്കണോ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, രക്ഷപ്പെടാ. ഞാൻ 28 വയസ്സ് വരെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഓരോ സാധനങ്ങൾ ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒരു ഇൻട്രസ്റ്റ് 0% ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ 28 വയസ്സ് PhD ഒക്കെ ചെയ്യുന്നു. നോ ഇൻട്രസ്റ്റ് ബ്രദർ.
എടാ എനിക്ക് പേടിയെന്ന് വെച്ചാൽ നീ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ രക്ഷപ്പെടാനൊക്കെ വേണ്ടി ഏതെങ്കിലും ഒരു ഡിഗ്രി ഒക്കെ സെറ്റ് ചെയ്ത് ഒരു പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ച് പെട്ടെന്ന് ഇല്ല ലൈഫ് സത്യം ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഒരു ഈ ഇടയ്ക്ക് ഒരു തിയറി ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വിചാരം വെച്ചാൽ 20 റെക്കോർഡ് ചെയ്തല്ലോ അപ്പൊ 20 years എന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പൊ നമ്മളൊരു 80 years ഹൈ എടാ ഇന്നത്തെ ആവറേജ് ലൈഫ് സ്പാൻ എത്ര? 67 അപ്പൊ 80 years ആണെങ്കിലും നമ്മള് അവിടെ 80 വെച്ച് നമ്മള് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണമല്ലോ നമ്മള്. അപ്പൊ നമ്മൾ ശരിക്കും 25% ജീവിതം തീർന്നിട്ടുള്ളൂ. പക്ഷെ ഓൾമോസ്റ്റ് 45-50% തീർന്നെന്നാണ് പറയുന്നത്. ബിക്കോസ് നമ്മുടെ ആ ഒരു വയസ്സുണ്ടല്ലോ, ഈ വയസ്സ് നമ്മൾ വയസ്സാവും തോറും സമയം ലൈഫ് അല്ല ലൈഫ് ഫാസ്റ്റ് ആവും. വയസ്സാവും തോറും സമയം പെട്ടെന്ന് പോകാൻ തുടങ്ങും. പണ്ടെന്ന് വെച്ചാ ഒരു വർഷം പോകുന്നതിന് ഭയങ്കര അടുത്ത ബർത്ത്ഡേയോ ഇനി മാസങ്ങളുണ്ടോ അതുണ്ട് ഇതുണ്ട്. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ കഴിഞ്ഞ ന്യൂ ഇയർ ഓർമ്മ ഇന്ന് കണ്ണടച്ച് ഓർന്ന പോലെ അപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പോഴും ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ബാക്ക് ടു എഡ്യൂക്കേഷണൽ സിസ്റ്റം. എടാ അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഒരു സ്കാം ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കിൽസ് ആയിട്ടുള്ള സെയിൽസ്, മാർക്കറ്റിംഗ് ഒന്നും പഠിക്കുന്നു. സെയിൽസ് എന്ന് പറഞ്ഞാൽ 5-6 പേപ്പർ ചെയ്ത് എഴുതി മാർക്കൊക്കെ ഉണ്ടായിരുന്നു. സെയിൽസിലൊക്കെ എനിക്ക് ടോപ്പ് മാർക്കായിരുന്നു. എന്നിട്ട് എനിക്ക് അതിന്റെ സെയിൽസിന് ഇതുണ്ടോ എക്സാമിനുണ്ട് സെയിൽസും ബിസിനസ്സും ഒക്കെ എന്തോ പഠിപ്പിക്കണം. സെയിൽസ് തിയറീസും കാര്യങ്ങളും തിയറിയാ പിച്ചിങ് ഒന്നും അല്ല തിയറിയാ. പക്ഷെ ആ തിയറി പേപ്പറിൽ നിന്നൊക്കെ പഠിച്ച എന്റെ 100 ഇരട്ടിയാണ്. എനിക്ക് ഒരു മന്ത് ഇവിടെ മുജ് തോണ്ടയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് അവിടുത്തെ AGM ഉണ്ട് ശരത് എന്ന് പറയുന്നത്. ശരത് സാറ് അവിടെ സെയിൽസ് മാൻ ആയിട്ട് കയറിയതാ, സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് കയറിയതാ. എന്നിട്ട് ബ്രാഞ്ച് മാനേജറായി, ബ്രാഞ്ച് മാനേജർ ഡയറക്ടീവ് മാനേജറായി, എന്നിട്ട് ഡിസ്ട്രിക്ട് മാനേജറായി. ഇപ്പൊ മുത്തൂറ്റ് ഹോണ്ട കേരളത്തിന്റെ AGM പുള്ളിക്കാരൻ. പുള്ളിക്കാരന്റെ വർക്കിംഗ് കറക്റ്റ് പറഞ്ഞു. ഇത് എക്സ്പോസ് ചെയ്യല്ല. ഇപ്പം എല്ലാ ഷോറൂമുകൾക്ക് ഏജിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഏജിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തിടും, അതൊക്കെ പഴകും. പഴകുമ്പോ ഇവര് ഒരു സ്പെസിഫിക് വണ്ടി ആയിരിക്കും. ഇപ്പം ഒരു ഹോണ്ട സിറ്റി വൈറ്റ് കളർ ഫുൾ ഓപ്ഷൻ, ആർക്കും അങ്ങനെ വേണ്ട, ഡിമാൻഡ് ഒന്നും ഇല്ല. അപ്പൊ ഈ സെയിൽസുകാരൊക്കെ തലയിലടിച്ച് വെക്കാൻ നോക്കും. സാർ ഇത് വൈറ്റ് കളറിന് കിടക്കും, സൂപ്പറാണ്, നല്ലതാണ്. പക്ഷെ അവർക്ക് എന്താ പുഷ് ചെയ്യുമ്പം ഒരു തോന്നും. പക്ഷെ ഒന്നും പോവാതെ അവസാനം ശരത് സാർ ഇത് പോകുന്നില്ല, മറ്റൊരു ക്യാബിനിൽ ഇറങ്ങി വരും, 2 കസ്റ്റമേഴ്സിന്റെ അടുത്ത് 10 മിനിറ്റ് ബുക്ക് എഴുതി പോകും. അതൊരു സ്കില്ലാണ്. പുള്ളി അവരെ ആദ്യമേ അവരെ ഫ്ലാറ്റ് ചെയ്ത് ഒന്ന് ബട്ടറി മെൽറ്റ് ചെയ്യിപ്പിക്കും. എടാ ഗൈസ്, റോബർട്ട് ബി ചാൽഡിനിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് വായിച്ചേക്കണം. സെയിൽസിന്റെ എല്ലാ ഒക്കെ നീ വായിക്കാൻ മൈൻഡ് ഓപ്പണിംഗ് ബുക്കാണ്. റോബർട്ട് ബി ചാൽഡിനിന്റെ ഇൻഫ്ലുവൻസ് അത് പക്കയാണ്. അതെന്ന് വെച്ചാൽ എടാ നമ്മളങ്ങനെ ആലോചിച്ചു ഇത് ഇങ്ങനെയാണോ, എന്നെ പറ്റിച്ചല്ലേ, അങ്ങനെ ആലോചിച്ചു. എടാ ഞാൻ ഇപ്പോഴും ഒരു ഷൂ കടയിൽ ഞാൻ ഇങ്ങനെ കയറിപ്പോയി. ഷൂ കടയിൽ കയറി എനിക്ക് ആ ഷൂ ഇഷ്ടപ്പോലും പെട്ടില്ലടാ. പക്ഷെ മച്ച എന്നെ സംസാരിച്ച് ഞാൻ മേടിപ്പിച്ചടാ എന്ന് ഞാൻ ഇങ്ങനെ പോയി. പക്ഷെ ഭയങ്കര നല്ല സെയിൽസ് ആയിട്ട് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് കൈ കൊടുത്തു. മച്ചാൻ ബുക്കൊന്നും വായിച്ചിട്ടില്ല, മച്ചാൻ പക്ക റിയൽ ആയിട്ട് ഇറങ്ങിയ ഞാൻ കൈ കൊടുത്ത് നല്ല സെയിൽ, നന്നായിട്ട് സംസാരിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാ. പുള്ളിക്കാരൻ ലൈക്ക് അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കും അല്ലേ, പക്ഷെ പക്ക സംസാരമൊക്കെ പക്ക. ലൈക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് ഒരു ഗുണമില്ല. കമ്മലിന്റെ കാര്യം പറയണ്ടടാ. എടാ സത്യം, എടാ അടിച്ചേൽപ്പിക്കല്ലേ. അതിനകത്ത് ഞങ്ങൾ ഉപയോഗിച്ച ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായ കമ്മല് ഒരു ലൂക്രേറ്റീവ് മാർക്കറ്റ് നമുക്കല്ല അനിയൻ. അവന് മനസ്സിലായി. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവർ ഇൻസെക്യൂരിറ്റി മറക്കണ ഒരു സാധനമല്ലേ കമ്മല്. It makes them more beautiful എന്നൊരു ഫീലിംഗ് അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഇച്ചിരി ഇമോഷനും കൂടെ ആഡ് ചെയ്ത് ഇച്ചിരി എന്തിന്റെ ഒരു സിമ്പതി കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തപ്പോ ഒരു കമ്പനിയായിട്ട് തുടങ്ങിയിട പോയിട്ടില്ല, സഹായിക്കണം. പക്കായിട്ട് ഇതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് പിച്ച്. അപ്പൊ അവര് പിള്ളേരല്ലേ നോക്കിയേക്കാം എന്ന് പറഞ്ഞു. ചേച്ചി ഇതെടുത്ത് ഓഫർ ഫ്രീ ചേച്ചി ഈ മച്ചാനെ ഒന്നും അറിഞ്ഞൂടാ,
അവ പോയിട്ട് ഇത് നല്ല മൂവിങ് ആണ്, ഇത് ബ്ലാക്ക് ഓക്സിഡൈസിന് പറ്റില്ല. ആൾക്കാർ ചോദിച്ചോളൂ അവിടെ ഇത് എല്ലാവരുടെ അടുത്തും ഏതെടുത്താലും ഈ കവര് ബ്ലാക്ക് ഓക്സിഡൈസിന് അവസാനം എനിക്ക് മനസ്സിലായി ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് അല്ലെന്ന്. ഇങ്ങോട്ട് പഠിപ്പിച്ചതാണ് ചേച്ചി. വേറെ ചേച്ചി രണ്ടെണ്ണമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ചേച്ചിയുടെ സ്കിന്നോട് ആളല്ലേ. എടാ പക്ഷെ ഇത് വേറൊരു പക്കാ ടെക്നീക്ക് ഉണ്ട്. ഏറ്റവും ഒരു ലൂക്രറ്റീവ് മാർക്കറ്റ് ഈ കപ്പിൾസ് ആണ്. നമ്മളിങ്ങനെ കപ്പിൾസിനെ അപ്രോച്ച് ചെയ്ത് ആദ്യം ആ പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ സാധനം കൊണ്ടാണ് നോക്കിയാൽ മതി. നമ്മളെ പിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി ഒന്ന് ഇങ്ങനെ എടുക്കും, എന്നിട്ട് തായോ ഇങ്ങനെ പൈസ ഓക്കെ, അതൊരു നല്ല മൂടാണ്. ചില്ലറയൊക്കെ പിറക്കി എടാ നമ്മളെ ഭയങ്കര ടോപ്പിക് ബാക്ക് ടു ടോപ്പിക്. എടാ ഇതെല്ലാം ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമാണ്, സെയിൽസും എല്ലാം. അവിടെ സത്യം നമ്മള് ഇറങ്ങി പണി ചെയ്ത് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ട്. ഗോ ഗെറ്റർ ആയിരിക്കണം ഒരിക്കലും. അവിടെ എനിക്ക് സത്യം പ്രശ്നം ഉണ്ടായിരുന്നടാ. സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ലൈക്ക് സ്കൂളിൽ നമുക്ക് ഇങ്ങനെയാണല്ലോ ലഞ്ച് ബ്രേക്ക് ഇത്ര സമയത്തിന്, ഈ പീരീഡ് 45 മിനിറ്റ്. അതിന് ആ ഒരു ഭയങ്കര സിസ്റ്റം ഉണ്ടല്ലോ. സ്കൂളിന്റെ വെളി ഇറങ്ങി കഴിഞ്ഞ ശേഷം, കോളേജിന്റെ വെളി ഇറങ്ങി കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര എന്തോ പോലെ, എനിക്ക് ടൈം വേസ്റ്റ് ആവൂ, അതാവൂ ഇതാവൂ, ലൈക്ക് ഞാൻ ഭയങ്കര ടൈം വേസ്റ്റ് ചെയ്യുവാണ്. അയർലൻഡിൽ പോയാലോ അവിടെ ഭയങ്കര പൈസ, അവിടെ പൈസ ഉണ്ടാക്കാം. എടാ സത്യം അത് ഒരു ഒളിച്ചോട്. ഇവൻ എന്റെ ആദ്യം പറഞ്ഞപ്പോ ഞാൻ എന്റെ മുഖത്ത് നോക്കി നീ ലൂസർ എനിക്ക് കുറെ കൂട്ടുകാർ പ്ലാൻ ബി അയർലൻഡിലേക്ക് പോകാൻ. എടാ എനിക്ക് മനസ്സിലായി പ്ലാൻ ബി ഗേ ആണെന്ന് മനസ്സിലായി. എടാ ഒരു ജീവിതമേ ഉള്ളൂ, അങ്ങ് ഒരു 6 അടിക്കാൻ ശ്രമിക്കണം, അല്ലെ ഔട്ട് ആവണം. ആ ഒരു മൂഡാണ് ഞാൻ ഇപ്പൊ. ഇങ്ങനെ ഈ ഒളിച്ചോടി വെളിയിലൊക്കെ പോയി അവിടുത്തെ ടാക്സ് കൊടുത്താൽ ഗ്രാസീസ് ഗ്രീനർ എന്ന് വിചാരിച്ച് പോകും, അടിച്ച് കിട്ടും. എടാ ഞാനത് ഓപ്പറേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ആ സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി, ഇൻസെക്യൂരിറ്റി, പേടി. രക്ഷപ്പെടാൻ പറ്റൂല. എടാ നമുക്ക് നമ്മുടെ തന്നെ അതൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ തന്നെ ഒരു വിശ്വാസമില്ലായ്മ ഉണ്ടാക്കും സ്കൂള്. സത്യം പറഞ്ഞാൽ നമുക്ക് ഗ്രേറ്റ് തിങ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്ക് ലോകം മാറ്റാൻ പറ്റും, നമുക്ക് മറ്റു ചെയ്യാൻ പറ്റും, മറിച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോ അവര് അതൊന്നും അറിയണ്ടോ. സിമ്പിൾ എക്സാമ്പിൾ, ഞാനൊരു ടീച്ചർമാരെ കുറ്റം പറയല്ല, ഗ്രേറ്റ് ടീച്ചർ എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ്. അഞ്ജന ജോയ് ടീച്ചർ എന്റെ 5th 6th ക്ലാസ് ടീച്ചർ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ് ആണ്. ഗ്രേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഡ്രീംസ് ടീച്ചേഴ്സിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്, അവിടെ പ്രശ്നം വരുന്നത്. എടാ നിങ്ങൾ ജസ്റ്റ് ടീച്ചേഴ്സിന്റെ പാർക്കിംഗ് ലോട്ടിൽ ഒന്ന് പോയി നോക്കാം. ഞങ്ങൾ അവരെ ജഡ്ജ് ചെയ്യില്ല. അവരുടെ അൾട്ടിമേറ്റ് എയിം ടു ബി ടീച്ചർ ആയിരിക്കും. ആൾക്കാരെ പഠിപ്പിക്കണം, ആൾക്കാർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതായിരിക്കും അവരുടെ ഡ്രീം. പക്ഷെ നിങ്ങളത് അതല്ല, നിങ്ങളത് മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ അതല്ല. എന്നിട്ട് അവരെ ഐഡൽസ് ആക്കി പോകുന്നതിനെ കുറിച്ച് എനിക്കൊരു ചെറിയ നെവർ ടേക്ക് അഡ്വൈസ് ഫ്രം എ പേഴ്സൺ യു ഡോണ്ട് വാണ്ട് ടു ബിക്കം. അല്ലേ, ലൈക്ക് യു ഡോണ്ട് ടേക്ക് അഡ്വൈസ് ഫ്രം എ ഫാറ്റ് പേഴ്സൺ ഹൗ ടു ബി ഹൗ ടു ലൂസ് വെയിറ്റ്, ഹൗ ടു ഹാവ് എ സിക്സ് പാക്ക്. അല്ലേ, അതേപോലെ ഞാൻ ടീച്ചേഴ്സിനെ കുറ്റം പറയല്ല. അവരുടെ ഡ്രീം അനുസരിച്ച് അവർ അച്ചീവ് ചെയ്യുന്നുണ്ട്, അവരുടെ എൻ ഗോളിൽ അവർ എത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങള് അവരുടെ എൻ ഗോൾ ഫോളോ ചെയ്യില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എടാ ലൈക്ക് നമ്മളിങ്ങനെ കുറെ പറഞ്ഞാലും എങ്ങനെയൊക്കെ നമുക്കൊരു മെച്ചം വരുത്തായിരുന്നു. ലൈക്ക് ഈ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒക്കെ എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ റിയാലിറ്റി ഓൺ ഹാൻഡ് പ്രോജക്ട്സ് അത് ചെയ്യും. പോയി ഒരു ദിവസം ഇത്രയും സംഭവം സെല് ചെയ്തുകൊണ്ടോ, പോയി സംസാരിക്കും, ഇത്ര പേരുടെ ഫ്രണ്ട് ഇങ്ങനെ സംസാരിക്കും, പോയി ഇത്ര ഡേറ്റ, ലൈക്ക് എന്തെങ്കിലും ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഗുണമുള്ളത്. നിനക്ക് എന്ത് തോന്നുന്നു? എടാ എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ ഇൻട്രസ്റ്റും പാഷനും ഒക്കെ ഉള്ളത് ശരിക്കും കളേഴ്സും സിനിമാറ്റോഗ്രഫിയും ഒക്കെയാണ്. എനിക്ക് അതിൽ നിന്ന് എന്നെ പുഷ് ചെയ്യാനൊന്നും ആരും ഇല്ലായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത യൂട്യൂബ് ഡബിൾ എഡ് സോഡ കേട്ടോ. അതിനെ കുറിച്ച് പറയാം നമുക്ക്. യൂട്യൂബ് പക്ഷെ വി ആർ ബ്ലെസ്ഡ്, വി ആർ വെരി ലക്കി. അല്ലെ ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് യൂട്യൂബിന്റെ അളന്നൊരു ടീച്ചർ ലോകത്തില്ല. സത്യം. പക്ഷെ അത് യൂട്യൂബ് നിങ്ങളെ വഴി തെറ്റിക്കുകയും ചെയ്യും. ഷോർട്സ് കണ്ടിട്ട് ഡോപ്പമിൻ ഫ്രീ ഡോപ്പമിൻ. എഡ്യൂക്കേഷൻ എങ്ങനെ ബെറ്റർ ആക്കാമെന്നല്ലേ, എഡ്യൂക്കേഷൻ എങ്ങനെ ബെറ്റർ ആക്കാന്ന് ഒന്ന് റിയൽ പ്രാക്ടിക്കൽ സെനേരിയസിലും സിറ്റുവേഷൻസിലും ഒക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണോ, നിനക്ക് വെൽഡിങ് അറിയാണോ? വെൽഡിങ് അറിയത്തില്ല. ഞാൻ അങ്ങനെ കുറ്റം പറയില്ല, നമ്മുടെ എഡ്യൂക്കേഷൻ കരിക്കുലം അങ്ങനെ പറഞ്ഞ അങ്ങനത്തെ ഉള്ള സെനേരിയസിലും
സിറ്റുവേഷൻസിലും കൊണ്ട് ആൾക്കാരെ ഇടുക. ഇപ്പൊ എനിക്കൊരു ബിസിനസ് മാൻ ആവണോ, ഞാനൊരു ബിസിനസ്സാണ് പഠിക്കുന്നത്, എന്നെ ഒരു ബിസിനസ് ഓണ്ടർപ്രന്യൂറും ഒന്നിനും എന്നെ ഒരു പ്രഷർ പോയിന്റിലോ പിയർ പോയിന്റിലോ ഒന്നും കൊണ്ടിട്ടിട്ടില്ല എന്റെ കരിയർ അല്ലെങ്കിൽ കോഴ്സിൽ. ഞാൻ കുറെ തിയറി പഠിച്ചു, കുറെ പാരന്റ്സിന്റെ ഒരു മൈൻഡ് സെറ്റും ഉണ്ട്. ലൈക്ക് ഇന്നത്തെ ഈ സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റ് ചുമ്മാ ജനിച്ചോടനെ എഞ്ചിനീയർ, ഡോക്ടർ അല്ലെ MBA. എഞ്ചിനീയർ എഞ്ചിനീയർ പറയുന്ന പോലെ ഒരു MBA കുറിച്ച് റിയാലിറ്റി പറയാം. BBA പഠിച്ചതിനൊക്കെ ടീച്ചറോടുള്ള സാധനം സത്യം. വലുതായിട്ട് ഒന്നും ഇല്ല. എന്റെ വീട്ടുകാരുടെ വിചാരം ഞാൻ MBA എടുത്ത തികഞ്ഞ പുരുഷന് എല്ലാം തികഞ്ഞു. ഞാൻ വീട്ടിൽ MBA എടുക്കാതിരിക്കുന്ന സ്ട്രഗിള് സത്യമായിട്ടും ഇത്തിരി ഹാർഡാണ്. ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞാല് വീട്ടിൽ ചെല്ലുമ്പോ 3 ദിവസം കഴിയുമ്പോ അമ്മ എനിക്കൊരു PG കൂടെ സത്യോടെ. പിന്നെ പാരന്റ്സിനെ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത്. അവർക്ക് ഈ അവരുടെ കാലത്ത് യൂട്യൂബ് അത് ഇത് മറ്റേ ChatGPT ഒന്നും ഇല്ല. ബേസിക് ഐഡിയോളജി വേൾഡ് ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം വൺ ഡയറക്ഷൻ ടു അനദർ ഡയറക്ഷൻ. നീ പഠിച്ചിറങ്ങുമ്പോ തന്നെ നിന്റെ പഠിച്ചതെല്ലാം വേസ്റ്റ് ആയി. സത്യം സത്യം. ഞാൻ ഇപ്പോഴും ബിസിനസിനകത്ത് 90 കുറെ അപ്പൂപ്പന്മാർ എഴുതിയ തിയറിയാണ്. എനിക്കറിയത്തില്ല. അപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിച്ചു പോകുന്നത് ഇതൊക്കെ എന്തിനാണ് ഗുണം. ഞാനിപ്പോ ഒരു പിച്ച് ഡെക്ക് ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തില്ല. ഞാൻ യൂസിങ് ChatGPT. ഞാനിപ്പോ ഒരു യൂട്യൂബിൽ മനുഷ്യന് ബുദ്ധി പോകുമല്ലേ. എന്തിപ്പോ ഒരു ലെറ്റർ എഴുതണമെങ്കിലും ഒരു ChatGPT എടുക്കും, ഇന്ന ടോപ്പിക് എന്ന് പറയും, അപ്പൊ ഒരു മാറ്റർ വരും. പ്രാക്ടിക്കൽ യൂസ് പറയട്ടെ. എനിക്കിപ്പോ ഒരു കമ്പനിയുടെ ഐഡിയ ഇല്ല, ഒരു കമ്പനിയുടെ ഐഡിയ ഇല്ല. ChatGPT എടുത്ത് വയ്ക്കുമ്പോൾ അവര് കുറച്ച് ഇൻസ്പിറേഷൻസ് തരും. എടാ നമ്മളെ ക്രിയേറ്റിവിറ്റി നശിപ്പിക്കുകയല്ലേ ശരിക്കും പറഞ്ഞു. ക്രിയേറ്റിവിറ്റി നശിപ്പിക്കാന്ന് വെച്ചാൽ വാട്ട് ഡു യു മീൻ ബൈ ക്രിയേറ്റിവിറ്റി? എടാ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കൂല. പക്ഷെ ക്രിയേറ്റിവിറ്റി നീ ഒരു പാർട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നീ കണ്ട സംഭവങ്ങളും കേട്ട സംഭവങ്ങളും യുണീക്ക് രീതിയിൽ കണക്ട് ചെയ്യുന്നതാണ്. ഒരു സാധനം സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ നിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് പോയിന്റ് ചെയ്തേ പറ്റൂ. ChatGPT makes us lazier. But every other technology, like if you look at a car, if you look at the phone, everything, technology makes us lazier. Hey, trust technology. അപ്പൊ അങ്ങനെ ടെക്നോളജി എപ്പോഴും മനുഷ്യനെ ലേസിയർ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. എനിക്ക് ആകെ പേടിയെന്ന് വെച്ചാൽ മറ്റേ മാട്രിക്സിൽ കാണാൻ കണ്ണാടിയൊക്കെ വെച്ച് എടാ ആ ലോകത്ത് കയറി പോവുന്നതാണ് എന്റെ പേടിക്കണ്ട. 10 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഇപ്പൊ തന്നെ കുറച്ച് മിക്കവാറും സോഷ്യൽ ലൈഫ് ഇന്റർനെറ്റില്. എനിക്ക് സ്നാപ്ചാറ്റ് ഐഡിയോളജി എനിക്ക് സ്നാപ്ചാറ്റ് 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് ഞാൻ യൂസ് ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കുന്ന നാട്ടുകാരെ ബോധിപ്പിക്കുന്നത്. സ്നാപ്ചാറ്റിന് ഒരു ബിസിനസ് പ്രോസ്പെക്ട് ഞാൻ കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എന്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ആണ്, ഏറ്റവും സൈഡിൽ കൊണ്ടുപോയിട്ടേക്കടെ. അതിനകത്ത് മറ്റേ എന്റെ യൂട്യൂബിൽ നിന്ന് തപ്പിപ്പിടിച്ച് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കൊടുക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, സോഷ്യൽ ലൈഫ് ഓഫ് എസ്പെഷ്യലി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു സ്കൂള് കൊളാബറേറ്റീവ്ലി 1000-2000 കണക്കിന് ആൾക്കാർ വരുന്നതാണ്. പക്ഷെ അവരപ്പോഴും അവരുടെ സോഷ്യൽ ലൈഫ് ഇന്റർനെറ്റിലാണ് ഫോക്കസ് ചെയ്യണം. നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഈ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ തന്നെ ഒരു പക്ക ലൂക്രേറ്റീവ് മാർക്കറ്റ് ആണ്. എത്ര കോടിയാണ്. എടാ നീ ഇപ്പൊ മറ്റേ ആൻഡ്രൂ ടേറ്റ്, ജോർഡൻ പീറ്റർസൺ, ഇമാൻ ഗാസി എല്ലാണും അവന്മാര് സ്കൂൾ ഉണ്ടാക്കണം, കോളേജ് ഉണ്ടാക്കണം. ഈ ഹംസ എല്ലാവരും സ്കൂളും കോളേജും ഉണ്ടാവും. അത് പക്കാ ലൂക്രേറ്റീവ് മാർക്കറ്റ് ആണ്. ഇപ്പൊ ഞാൻ പോണ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഈ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഓൺ കമ്മിങ് ആണ്, എപ്പോഴും വന്നുകൊണ്ടിരിക്കും. സത്യമല്ലേ? ഫിയർ ദാറ്റ് യു ആർ ഗോയിങ് ടു ലൂസ് സംതിങ്. ആ ഒരു ഫിയർ ഫാക്ടർ കൊണ്ട് മാത്രമല്ലേ പോണേ. സത്യം. എടാ പക്കാ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതുമാണല്ലേ അവരുടെ മൈൻഡ്. ക്യാപിറ്റലിസത്തിന്റെ ഒരു അടിമയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ. ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ ക്യാപിറ്റലിസം കമ്മ്യൂണിസത്തിൽ എനിക്ക് ക്യാപിറ്റലിസം ആണ്. ഞാൻ പണ്ടൊരു കമ്മ്യൂണിസം മൈൻഡഡ് മച്ചാനായിരുന്നു തുറന്നു പറഞ്ഞ കുഞ്ഞില്. പക്ഷെ അത് ടെക്നിക്കലി പ്രാക്ടിക്കലി ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുമില്ല, ചെയ്യാൻ പോകുന്നുമില്ല. പോസിബിൾ അല്ല. ഹ്യൂമൻ നേച്ചറിന്റെയും ഹ്യൂമൻ ഇന്റൻഷൻസിന്റെയും എതിരെയാണ്. എനിക്ക് വിവരം വെച്ച പ്രായം തൊട്ട് കമ്മ്യൂണിസം ഇൻ എ ബ്രോഡർ ആസ്പെക്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അതിന്റെ കോറിന്റെ എതിരെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സത്യം. പക്ഷെ ക്യാപിറ്റലിസം എപ്പോഴും നിങ്ങൾ നോക്കിയ ഒരു തിയറി ഉള്ളൂ, ലോ ഓഫ് കോമ്പീറ്റൻസ്. ക്യാപിറ്റലിസത്തിന്റെ ഗുണം എന്ന് വെച്ചാൽ എവിടെ ഒരു സപ്ലൈ എവിടെ ഒരു ഡിമാൻഡ് ഉണ്ടോ അത് എങ്ങനെയൊക്കെ
പൈസ വരും, ആനയിലൊക്കെ അത് ഫുൾഫിൽ ചെയ്യും. അത് തന്നെ, ഈ കൂടുതൽ പണിയെടുക്കുന്നവനാ ശരിക്കും കൂടുതൽ കാശ്. സത്യം ദ മോർ കോമ്പീറ്റന്റ് ആൻഡ് ദ മോർ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളവരെ എപ്പോഴും ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റിയിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഫ്ലറിഷ് ആവണേ. പക്ഷെ ഇത് ആകെ ഒരു സീൻ മറ്റേ മോണോപോളീസ് പോലെ ആവാതിരുന്ന് പിന്നെ അങ്ങനത്തെ സീൻ അത് ബ്രേക്ക് ആവാൻ വേണ്ടി ഒരു സിസ്റ്റം കൂടെ റെഗുലേറ്റ് ചെയ്ത സ്മൂത്ത് ആണ്. എടാ പിന്നെ നമ്മൾ തിരിച്ചു വന്ന ഹ്യൂമൻ ഇൻഡിവിജ്വാലിറ്റിയും ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയും പിന്നെ എന്തൊക്കെയാ ക്രിട്ടിക്കൽ തിങ്കിങ്, ബീങ് ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ, ഈ സംഭവമൊക്കെ എന്റെ ഒരു വിശ്വാസത്തിൽ പുതിയൊരു സ്കൂൾ ഉണ്ടെങ്കിൽ ഐഡിയൽ സ്കൂളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. എടാ എനിക്ക് തോന്നിയത് ഒരു സൊല്യൂഷൻ ആയിട്ട്, അതായത് നീ ഒരു ഐഡിയൽ സ്കൂൾ എങ്ങനെയായിരിക്കും, ഐഡിയൽ സ്കൂളില് ക്രിട്ടിക്കൽ തിങ്കിങ്, ഹ്യൂമൻ ഇൻഡിവിജ്വാലിറ്റി, ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി, എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, ഈ സംഭവങ്ങൾ എന്താ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൊളാബറേഷൻ ഇൻസ്റ്റെഡ് ഓഫ് കോമ്പറ്റീഷൻ. കൊളാബറേഷൻ എന്തായാലും അത്യാവശ്യമാണ്. അതില്ലാതെ മനുഷ്യർ എപ്പോഴും ഒരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആണ്. എപ്പോഴും ഒരുമിച്ചേ വളരാൻ പറ്റൂ, ഒരുമിച്ച് ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ലൈക്ക് എപ്പിക് കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ്. എന്നുവെച്ചാൽ ബ്രദേഴ്സിന്റെ കൂടെയും ആൾക്കാരുടെ കൂടെ. ബിക്കോസ് ആൾക്കാരിലൂടെയാണ് ഒരു കമ്പനി എടുത്ത ഒരുത്തനൊന്നും ചെയ്യാൻ പറ്റൂല. അത് ഏത് സക്സസ്ഫുൾ ആയ ഒരുമിച്ചേ ചെയ്യാൻ പറ്റൂ. അത് പക്ഷെ ഒരിക്കലും പഠിപ്പിച്ചു തരില്ല സ്കൂൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിന്റെ ഒരു ഐഡിയൽ സ്കൂൾ സിസ്റ്റം എങ്ങനെയായിരിക്കും? എന്റെ ഒരു ഐഡിയൽ സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ഇത്ര സമയം ഇത്ര പീരീഡ് അത് മാറ്റണം. എടാ എല്ലാവർക്കും 45 മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു 30 മിനിറ്റേ പറ്റത്തുള്ളൂ. 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്റെ മൈൻഡ് ഫക്ക് ആയി പോകും. പിന്നെ എനിക്ക് ലൈക്ക് ഞാൻ പിന്നെ എപ്പോഴും സമയം നോക്കിയിരിക്കും. ഇപ്പൊ ബെല്ലടിക്കും. എടാ അത് പറ്റത്തില്ല. അതാണ് എന്റെ മെയിൻ സീൻ. രണ്ടാമത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്. അപ്പോഴത്തേക്കും നമ്മളൊരു പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സർക്കിളിൽ നിന്നല്ല, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യും. കുറെ കാര്യങ്ങൾ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു സാധനം കൊണ്ടുവരണം. അതിപ്പോ ഞാൻ മറ്റേ എഞ്ചിനീയറിംഗ് അത് പഠിക്കണോണ്ട് പറയണല്ല. എടാ ഇപ്പൊ എന്ത് പഠിക്കണമെങ്കിലും നമുക്ക് അതിനോട് ബേസ് ചെയ്തൊരു ഇൻഡസ്ട്രി നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കുക. അതൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് എന്റെ ഒരു ഐഡിയൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഇതേ ഇപ്പൊ പുതിയതായിട്ട് വാൾഡ്രോഫ് സിസ്റ്റം, മോണ്ടസോറി സിസ്റ്റം, അതിലൊക്കെയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഉറക്കം വരുവാണെങ്കിൽ ഉറങ്ങാം. എന്നുവെച്ചാൽ ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ ഉറക്കം വരുവാണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ഫ്രീ എന്നുവെച്ചാൽ ഉറങ്ങാൻ വേണ്ടി പീരീഡ് ഒക്കെ ഉണ്ട്. അവർക്ക് ഉറങ്ങാൻ വേണ്ടി പീരീഡ്. പിന്നെ അവർക്ക് എല്ലാവർക്കും ഇത് ഇവിടെ ഉണ്ട് മോണ്ടസോറി സിസ്റ്റം. മോണ്ടസോറി സിസ്റ്റം, വാൾഡ്രോഫ് സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ കുറെ ഇത് അറിയൂല. ഇതൊക്കെയെന്ന് വെച്ചാൽ മറ്റേ ഭയങ്കര റിച്ച് ആൾക്കാരുടെ മക്കള് അല്ലെങ്കിൽ അവരുടെ അതാണ് അത്. പക്ഷെ അതൊന്നും പക്ഷെ ഒട്ടും ഫേമസ് അല്ല, ഒന്നും അല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാ കോളേജ് ഇൻ പർട്ടിക്കുലർ വെള്ളം ഓടിക്കാൻ സോഷ്യൽ ഗ്യാതറിംഗ് പോലെ. എടാ നീ പറഞ്ഞു ലൈക്ക് നീ ഒരു ഐഡിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയൊക്കെ ഒരു ഫണ്ടമെന്റൽസ്? സെൽഫ് ഡിസ്കവറിക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ആവശ്യമില്ലല്ലോ. അതിനെ ഹെൽപ്പ് ചെയ്യണോടാ. കാരണം എന്റെ പൊട്ടൻഷ്യൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. I should find out what I like. I should be able to do what I like. I should be able to polish what I like. What I like എന്നല്ല, what I am good at will eventually become what I like will eventually become what I am good at. അതിനെല്ലാം പോളിഷ് ചെയ്യണം. പിന്നെ ഒരു ബ്രോഡ് അല്ല, ഒരു നാരോ സെൻസിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ജഡ്ജ് ചെയ്യണം. ഉറപ്പായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ കരിക്കുലം ഇൻഡിവിജ്വൽ ബേസിസ് ആയിരിക്കണം. അല്ല പക്ഷെ അത് എങ്ങനെ ടീച്ച് ചെയ്യും? അങ്ങനെ എല്ലാവർക്കും ടൈലേർഡ് ആയിട്ട്. പിന്നെ ഈ ഓൺലൈൻ കോഴ്സസ് ഒക്കെ നീ പറയുന്ന പോലെ ചെയ്യാം, ഈ എല്ലാവർക്കും ഇൻഡിവിജ്വൽ. പക്ഷെ ഒരു ക്ലാസ് റൂം എന്ന കോൺസെപ്റ്റിനെക്കാട്ടിലും നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ബ്രോഡർ ആസ്പെക്ടിനകത്ത് തന്നെ, ഒരു ബ്രോഡർ കരിക്കുലത്തിനകത്ത് തന്നെ നമുക്ക് വി ഷുഡ് ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അവൈലബിൾ. ഒരുപാട് ഓപ്ഷൻസ് വേണം നമുക്ക് നാരോ ചെയ്ത് പോകാൻ പറ്റുന്ന ഭാഗത്ത്. ഇപ്പം ക്ലാസ് റൂമിൽ തന്നെ കൊച്ചിലേ തന്നെ ഒരു 5ാം ക്ലാസ് തൊട്ടുള്ളവന് തന്നെ കളർ തിയറി പഠിപ്പിക്കാൻ ഒരു ഓപ്ഷൻ വേണം. എക്സാമ്പിൾ പറഞ്ഞ കളർ തിയറി പഠിപ്പിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ
Maybe ഞാൻ അന്നേ പഠിച്ചത്. ദൈവത്തിനറിയാം. പക്ഷേ എടാ, അങ്ങനെ ചെയ്താലേ അങ്ങനൊക്കെ ഒരു ടീച്ചർ, ഒരു കോളേജ് ഒരു ടീച്ചർ പോലെ. എടാ, 5ാം ക്ലാസ്സിലൊക്കെ കളർ തിയറി ഞാനൊരു അഭിഷോക്തി എടാ, പക്ഷെ എനിക്കൊരു സ്വപ്നം ഉണ്ടോ, എനിക്കൊരു 10, 50, 60 വയസ്സൊക്കെ ആയിട്ട് വാരണാസിയിലെ ഏതേലും ഒരു കാട്ടിന്റെ ഇടയിലൊക്കെ ഒരു സ്കൂൾ ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു സ്കൂള് സെറ്റ് ചെയ്യണം. എന്നിട്ട് നല്ല കുറച്ചടി എന്നുവെച്ചാൽ കുഞ്ഞു പിള്ളേര്, അധികം പൈസയും ഒരു ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഇതെന്ന് വെച്ചാൽ ഒരു ഫൈനൽ ഒരു 60 വയസ്സ് പാഷൻ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞു എടാ പാഷൻ പ്രോജക്ട് എടാ. അപ്പൊ ഇങ്ങനെ സോഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരെയൊക്കെ, കുട്ടികളിനെയൊക്കെ പഠിപ്പിച്ച് അവനെയൊക്കെ കണ്ട് അവർ ലൈക്ക് ഇങ്ങനത്തെ ഓപ്പൺ മൈൻഡഡ് പീപ്പിൾ, ക്രിയേറ്റീവ് പീപ്പിൾ, വ്യത്യസ്തമായ പീപ്പിൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഒരു വെറൈറ്റി, ഒരു സ്കൂൾ ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ്. അവിടെ പോടാ, സിനിമ ഇതൊക്കെ എന്റെ പേഴ്സണൽ. സ്കൂൾ ഓഫ് ഹാപ്പിനെസ് അതും പോയടാ. ഞാൻ 6 നനച്ചോട്ടെ. പാഷൻ പ്രോജക്റ്റ് ആരോ കൊണ്ടുപോയടാ. ഞാൻ നേരത്തെ പറയാൻ വന്നയാ, സ്കൂൾസിൽ ഇൻഡിവിജ്വാലിറ്റി ഭയങ്കരമായിട്ട് പഠിപ്പിക്കണമെന്നുണ്ട്. എടാ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ബ്രോഡർ ആസ്പെക്ടിലും ഇമ്പോസിബിൾ ആയിരിക്കാം, പക്ഷെ എവറി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്. അവനെ ഇന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയുന്ന കൺസ്ട്രെയിൻസ് മാറ്റണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ നമ്മൾ ഇന്ന് കുറെ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ക റാൻഡോ ആയിരുന്നു. നമ്മൾ വിചാരിച്ച ലൈക്ക് നമ്മളിതാ കുറെ 5-6 സാധനമൊക്കെ എഴുതി, പക്ഷെ ലൈക്ക് ഇതൊക്കെ ടോട്ടലി ബുൾഷിറ്റ് ആണ്. If you want to jump out of Matrix, ഒരു ബുക്ക് ഉണ്ട്, റിയാലിറ്റി ട്രാൻസ്ഫർ. വായിച്ചു കൊടുത്താ 700 പേജാണ് എടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ പേജിലും ഞാൻ ഓരോരോ നോട്ട് എഴുതിയ പോണേ. അവിടെ സം ഫൈനൽ ടേക്ക് അവേസ് നമുക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാൻ മരിക്കണം. എഡ്യൂക്കേഷനെ കുറിച്ചാണോ അതോ എഡ്യൂക്കേഷൻ ഒരു നിന്റെ ഒരു ജസ്റ്റ് ഫൈനൽ സം പോയിന്റ്സ് അഡ്വൈസ്. നീ ഇത്രയും വർഷം കോളേജ് പഠിച്ചു, സ്കൂൾ ഞാൻ വിട്ട്, അത് എനിക്ക് പറയാൻ താല്പര്യമില്ല. കോളേജിലാണ് എനിക്ക് ഇച്ചിരൂടെ എബിലിറ്റി ടു എക്സ്പ്ലോർ. കോളേജിനകത്ത് എനിക്ക് ഒരു ഗുഡ് ടേക്ക് അവേ എന്ന മാക്സിമം അത്രയും ടൈമുള്ള ഒരു നല്ല ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും എഡ്യൂക്കേഷനിൽ കോളേജിൽ എന്നും 8:30 എന്നും ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുന്നൊക്കെ ഒരു ഇതാണ്. ഇപ്പൊ ഞാനൊരു കമ്പനിയെ ഹയർ ചെയ്യുമ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. കാരണം അവന് ഒരു ബിൽഡിങ്ങിൽ ഇത്ര മാസം ഇത്ര കറക്റ്റ് സമയത്തിലും, അതും ഞാൻ പക്ക ഒരു പപ്പറ്റിന് വേണ്ടി തരുമ്പോൾ മാത്രം. ഐ നീഡ് എ വർക്കർ ബി. അല്ലാതെ ഞാനൊരു വിഷണറി ഐഡിയോളജിസ്റ്റിനെ നോക്കുമ്പോ ഒരിക്കലും അവരുടെ ഇത് നോക്കത്തില്ല. എടാ അത് തന്നെടാ ഇവൻ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കുള്ളത്. നമ്മൾ കോളേജ് പോകുമ്പോഴത്തേക്കും എങ്ങനെയും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി, എങ്ങനെയും ഒന്ന് വൈകിട്ടായാൽ മതി, അങ്ങനെയുള്ളൊരു സാധനം പിടിക്കാണ്ട് നമ്മൾ എന്തുമാത്രം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഇപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ പങ്ക്ച്വാലിറ്റിയുടെ കാര്യം പറഞ്ഞാലും അങ്ങനെ. ഇപ്പൊ കോളേജിൽ ആദ്യമൊക്കെ കുറെ പേരും പറയും ലൈക്ക് എന്തിനാടാ 9 മണിക്ക് തന്നെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പഞ്ച് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ കോളേജിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വരണം. എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇൻഫർമേഷൻ എപ്പോഴും എന്താണ് എനിക്ക് ഇൻഫർമേഷൻ തരുന്നത്, എന്തിനാണ് ഇൻഫർമേഷൻ തരുന്നത്, ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്. ഒരിക്കലും പണ്ട് നിന്റെ ഒരു വിചാരം ഉണ്ടായിരുന്നു കോളേജിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി ഭയങ്കര പ്രൊഡക്റ്റീവ്, ഓക്കെ സ്കൂള് പാസ്സായല്ലോ, ഇങ്ങനെ 90%, 95%, ഈ നമ്പറുകളിലൊന്നും ഒരു അർത്ഥവും പക്കയാണ്. ഞാൻ ഇത്ര 21 വയസ്സായി. ഇഫ് യുവർ നീ അറിഞ്ഞൂടാ. ഇഫ് യുവർ സ്കൂൾ സ്റ്റുഡന്റ് വാച്ചിങ്, ഞാൻ പറയും പക്കയായിട്ട് 10th or 12th പക്കയായിട്ട് ഒരു ഗുണമില്ല. നിങ്ങൾ ഇറങ്ങണം ലോകത്തിറങ്ങി ഓരോ ആൾക്കാരെ കണ്ട് കൈ കൊടുത്ത് സംസാരിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ സ്വന്തമായിട്ട് ഈ ഉപയോഗിക്കുക, എല്ലാം സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ നോക്കണം. അല്ലാതെ ഒരിക്കലും ഞാൻ ഇന്ന് കോളേജിൽ പോയി ഈ ഡിഗ്രി സെറ്റ് ചെയ്ത് ഇത്രയും മാർക്ക് സെറ്റ് ചെയ്ത് ടോപ്പറാണ്, ഒരു ഗുണമില്ല, ഒരു ഗുണമില്ല. അതേപോലെ എനിക്ക് പറയാനുള്ള കോളേജ് സ്റ്റുഡൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ കൾട്ടിവേറ്റ് ഗുഡ് ഹാബിറ്റ്സ്, ലൈഫ് ഇംപ്രൂവ് ചെയ്യണം. ഒരു മാർഷ്യൽ ആർട്ട് പഠിക്കും, ഡു സംതിങ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീക്ക് 50 കിലോമീറ്റർ ഓടാൻ പോയി. ഞാൻ വിളിച്ച് മൂന്നമാരെ പക്ഷെ ലിറ്ററലി കോളേജ് ലൈഫ് ഇസ് ദ ടൈം യു ബിൽഡ് യുവർ മൈൻഡ് സെറ്റ്. ഒരു കൺസ്ട്രക്റ്റീവ് തോട്ടിന്റെ വെളിയിൽ പോവാനും അതേപോലെ അകത്ത് പെട്ടുപോകാനും പറ്റുന്നൊരു ടൈം പീരീഡ് ആണ്. നിങ്ങൾ മാക്സിമം
എന്താ പറയാ നല്ലതല്ല. എനിക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ബുക്സ് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ബ്രേക്കപ്പിന് മുന്നേ എനിക്ക് വേവ്സ് സുപ്പീരിയർ മാൻ വായിച്ചായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ ആ ബുക്ക് വായിച്ചപ്പോ എന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഇത് വായിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഏകനാഥ് ഈശ്വരന്റെ ഭഗവത്ഗീത ഞാൻ വായിച്ചത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. റിലീജിയസ് ടെക്സ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയണത്. അത് അകത്തുള്ളത് എന്താ അത് നമ്മുടെ പെർസ്പെക്റ്റീവിനെ മാറ്റും. നല്ല ബുക്സ് വായിക്കുക, ഒരു ടീം ബിൽഡ് ചെയ്യുക, നല്ലോണം സോഷ്യലൈസ് ചെയ്യാൻ പഠിക്കുക. നമ്മള് കോളേജ് ടൈമിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കും. ആ മിസ്റ്റേക്സ് ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ് ബട്ട് ഇറ്റ്സ് നോട്ട് ഓക്കെ ടു റിപ്പീറ്റ് ദം. അങ്ങനത്തെ ബിൽഡ് എ ക്യാരക്ടർ. So guys, നമുക്ക് wrap up ചെയ്യാം. So So guys, that is our first podcast. Pakka random. Recording ആണ്. Guys, recording ആണേലും അല്ലേലും. ഓഫ് ആയോ? ഔട്ട്ഡോർ പറഞ്ഞു. പേടിപ്പിക്കല്ലേ നീ. Guys, so had a really nice time with you. I hope you guys had some fun. അപ്പൊ ഇതിന് ഈ ഒരു റാൻഡം കോൺവെർസേഷനിൽ എന്തേലും ഒരു ബെനിഫിറ്റ്, എന്തേലും ഒരു ഗുണമോ കിട്ടിയെങ്കിൽ don't forget to like, share and subscribe. Yeah, bye bye.